നിങ്ങളുടെയൊക്കെ ഹൃദയത്തിൽ വരുത്തുന്ന ഇൻസ്പിരേഷൻ, പ്രചോദനം എന്ന് പറയുന്നതാണ് ഈ ലോകത്തിൽ നമ്മുടെ ജീവിതം കൊണ്ട് പലരെയും നമുക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാനായിട്ട് പറ്റും. ഇൻഫ്ലുവൻസ് ചെയ്യാനല്ല ഈ ജീവിതം. നമ്മൾ ഇൻസ്പയർ ചെയ്യാനാണ് നമ്മുടെ ഈ ജീവിതം. ഇൻസ്പയർ ചെയ്യാൻ. മാതാപിതാക്കളെ, നിങ്ങളുടെ മക്കളെ നിങ്ങളുടെ അറ്റാച്ച്മെൻ്റ് ആയിട്ട് നിർത്തിയിട്ട് കാര്യമില്ല. നിങ്ങൾ ആയിരിക്കണം നിങ്ങളുടെ മക്കളുടെ ഇൻസ്പിരേഷൻ. കാരണം ഞാനൊരു സ്കൂളിലെ അധ്യാപകൻ പറഞ്ഞു ഓർക്കുന്നുണ്ട്. ആ അധ്യാപകൻ പറഞ്ഞു, ഞാൻ അച്ഛൻ എൻ്റെ ക്ലാസ്സിലെ കുട്ടികൾക്കൊക്കെ ഒരു തുണ്ട് കടലാസ് കൊടുത്തിട്ട് പറഞ്ഞു, എഴുതറേ എന്ത്, നിന്റെ ജീവിതത്തിൻ്റെ റോൾ മോഡൽ ആരാണ് എന്ന് എഴുതാൻ പറഞ്ഞു. പിള്ളേരെല്ലാവരും ഡക്കടക എഴുതി. കടലാസ് എടുത്ത് മാഷ് വായിക്കുകയാണ്. ഒറ്റ തുണ്ടിൽ ആ സ്കൂളിൽ പഠിപ്പിക്കുന്ന മാഷ്മാരുടെയും ടീച്ചർമാരുടെയും പേരില്ല. അത് കയ്യടിക്കരുത് കേട്ടോ, അങ്ങനെ കയ്യടിക്കരുത്. പേരില്ല. പിന്നെയും നോക്കി, അവൻ്റെ അപ്പൻ്റെ ഇല്ല, അവൻ്റെ അമ്മയുടെയും പേരില്ല. പിന്നെ ആരുടെ പേര് അത്? എൻ്റെ റോൾ മോഡൽ ഷാരൂഖ് ഖാൻ. ഷാരൂഖ് ഖാനാണ് ഇപ്പൊ അവന്റെ ജീവിതത്തിൽ ചോറും കറി വെച്ച് കൊടുക്കണത്. പെമ്പിള്ളേരെ എഴുതിയിരിക്കുകയാണ് ഐശ്വര്യ റോയ് പാല് കൊടുത്തിട്ടാണ് ആ കുട്ടീനെ വളർത്തിയത്. പ്രിയമുള്ള മാതാപിതാക്കളെ, മനസ്സിലാക്കുക, നിങ്ങളുടെ മക്കൾക്ക് പ്രചോദനമാകേണ്ടത് നിങ്ങളാണ്. അതുകൊണ്ടാണ് കുറെ കാലം കഴിയുമ്പോൾ ഞാനത് പറയാൻ കാരണം, നിങ്ങൾ മക്കൾക്ക് കുറെ പഠിപ്പും അറിവും കഴിവും ആരോഗ്യവും സൗന്ദര്യവും ഒക്കെ ഉണ്ടാക്കി കൊടുത്തിട്ട് എന്താ കാര്യം? ഒരു കോൺവെന്റിൽ ഞാൻ ചെന്നപ്പോൾ അവിടുത്തെ സിസ്റ്റർ പറഞ്ഞു, അവിടെ പ്രായം ചെന്ന ആൾക്കാരെ നോക്കണ ഒരു സ്ഥാപനമാണ്. ആ സിസ്റ്റർ ഞാൻ ഭക്ഷണം കഴിക്കുമ്പോൾ പറഞ്ഞു, ഒരു ദിവസം ഒരു ചെറുപ്പക്കാരൻ ആ അഗതി മന്ദിരത്തിലേക്ക് വന്നു. ഒരു പ്രായം ചെന്ന വൃദ്ധനായ മനുഷ്യൻ കൊണ്ട് വന്നു. അപ്പോ അവിടുത്തെ സിസ്റ്റർ ചോദിച്ചു, എന്താന്ന് പറഞ്ഞ വെട്ടൊഴിച്ചാലിന് കിട്ടിയതെന്ന്. വെട്ടൊഴിച്ചാലിന്ന് ഒരു വൃദ്ധനെ എടുത്തുകൊണ്ട് വന്നിരിക്കുകയെന്ന്. സിസ്റ്റേഴ്സ് അവന് കൈ കൂപ്പിയിട്ട് പറഞ്ഞു, നന്ദിയുണ്ട് മോനെ, നന്ദിയുണ്ട്, വളരെ നന്ദിയുണ്ട്, നിനക്ക് അങ്ങനെ തോന്നിയില്ലോ. അങ്ങനെ അയാൾ അവിടെ അവർ സ്വീകരിച്ചു. അവൻ പോയി. മാസങ്ങൾ പലത് കഴിഞ്ഞു. ഒരു ദിവസം ഈ വൃദ്ധന് കുറച്ച് മേക്കപ്പൊക്കെ ആയി, വർക്കപ്പൊക്കെ ആയി. അങ്ങനെയാണല്ലോ, വർക്കപ്പ്, മേക്കപ്പ്, ലോക്കപ്പ് ആവാണ്ടിരുന്നാൽ മതി. അങ്ങനെ ഒരു ദിവസം ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോ സിസ്റ്റേഴ്സിനോട്, we are living, so we pray for you, good health, give her a clap. Yes, ശ്രദ്ധിക്കുക, ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഞാൻ പറയാൻ പോണത്. ആ പ്രായം ചെന്ന മനുഷ്യൻ സിസ്റ്റേഴ്സിനോട് ചോദിച്ചു, അതെ എന്നെ ആരാ ഇങ്ങോട്ട് കൊണ്ടുവന്നതെന്ന് അറിയോ നിങ്ങൾക്ക്? അപ്പോൾ പറഞ്ഞു, എന്തേ അല്ല നിങ്ങൾക്കറിയോ? ഞങ്ങൾക്കറിയോ, ഒരു ചെറുപ്പക്കാരനാണ് ഇവിടെ കൊണ്ടുവന്ന് തന്നത് നിങ്ങളെ. അപ്പം അറിയില്ല. ഞങ്ങൾക്കറിയില്ല, അയാൾ ഇവിടെ കൊണ്ടുവന്നാക്കി കൊണ്ടുപോയതാണ്, വലിയ ഉപകാരമാണ് അവൻ ചെയ്തത്. അപ്പൊ സിസ്റ്റേഴ്സ് ചോദിച്ചു, എന്താ ചോദിക്കാൻ കാരണം? അല്ല നിങ്ങൾക്കറിയോന്ന് അറിയാനാ. അല്ലേ, ഞങ്ങൾക്കറിയില്ല. എന്താ ചോദിച്ചേ? അപ്പോ ചേട്ടനറിയോ? എനിക്കറിയാം. ആരാ? എൻ്റെ മോനാ. എൻ്റെ മോൻ എന്നോട് പറഞ്ഞു, അതെ അപ്പന് അവിടെ നിൽക്കാൻ പറ്റണമെങ്കിൽ വെട്ടൊഴിച്ചാലിന്ന് കൊണ്ടുവന്ന് പറഞ്ഞാലേ അവിടെ എടുക്കുള്ളൂ. എൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവരുമെന്ന് പറഞ്ഞാൽ എടുക്കില്ല. എന്താ വേണ്ടേ? വെട്ടൊഴിച്ചാലി കിടക്കണോ അത് അവിടെ നിൽക്കണോ? അപ്പൊ ഞാൻ പറയും, എന്തെന്ന് വെട്ടൊഴിച്ചാലി അത് കൊണ്ടുവന്നു എന്ന് പറയും ഞാൻ. സമ്മതിച്ചാ? അങ്ങനെ അപ്പനെ കൊണ്ട് സമ്മതിപ്പിച്ച് ആ മകൻ സ്വന്തം അപ്പൻ്റെ മുമ്പിൽ നിന്ന് ഇവിടെ അഡ്മിഷൻ കിട്ടാൻ വേണ്ടിയിട്ട് വെട്ടൊഴിച്ചാലിന് കിട്ടിയാണ് തന്നെ. ഏതിനെ? വിറപ്പിച്ച അപ്പനെ. പ്രിയമുള്ള മാതാപിതാക്കളെ, ഇന്ന് ഓരോ ദിവസവും നിങ്ങൾ പത്രം എടുത്ത് നോക്ക്. വേറെ ആരും പ്രചോദനം കൊടുത്തിട്ട് കാര്യമില്ല. നിങ്ങളാണ്. മക്കളുടെ കൂടെ ഇരിക്കാൻ നേരമില്ല, മക്കളുടെ സങ്കടങ്ങൾ കേൾക്കാൻ നേരമില്ല. വേറെ ആര് പ്രേരിപ്പിച്ചാലാ മാതാപിതാക്കളെ പ്രേരണയാകുക? നിങ്ങൾ മുല കൊടുത്ത് നിങ്ങൾ വളർത്തുന്ന നിങ്ങളുടെ മക്കൾ, നിങ്ങളുടെ മുലപ്പാൽ കുടിച്ചിട്ടുള്ള മക്കൾക്ക് അതിൻ്റെ അനുഭവം അവരുടെ ഹൃദയം. ഞാൻ പറയാറുണ്ട് മാതാപിതാക്കളോട്,
ഞങ്ങളുടെ നാട്ടിലെ തൃശ്ശൂര് ഒരു സംഭവമുണ്ട്. അത് ഞാൻ അറിയാൻ കാരണം ഒരു ദിവസം ഒരു വീട്ടിൽ ചെന്നപ്പോ അവിടെ ഭയങ്കര വഴക്ക് കിടക്കുക. അപ്പൊ ചോദിച്ചു, എന്തോടെ പ്രശ്നം? അല്ല, എന്തോടെ പ്രശ്നം? എന്താ? അച്ഛനോടൊന്നും പറയാൻ പറ്റില്ല. അച്ഛോ, എന്നോട് പറയാൻ പറ്റില്ല കാര്യം. എന്താ കാര്യം പറയൂ? എന്തുട്ടോട് വഴക്ക്? അച്ഛനോട് പറയാൻ പറ്റില്ല. എന്നോട് പറയാൻ പറ്റാത്ത എന്തുട്ട് കാര്യം പറയടോ. വേറെ ഒന്നല്ല അച്ഛോ. എന്തുട്ടാണ്? വയറ് കാണാൻ വന്നിട്ടില്ല എന്ന്. ഞാൻ പറഞ്ഞു, വയറ് കാണാൻ വന്നിട്ടില്ല എന്ന് എനിക്ക് മനസ്സിലായില്ലല്ലോ. അങ്ങനെ ഒരു ചടങ്ങുണ്ട്. നിങ്ങൾക്ക് വളരെ ഇങ്ങനെ മേപ്പോട്ട് നോക്കുന്നുണ്ട്. ഞങ്ങളുടെ അവിടെ ഈ ഭാര്യ ഗർഭിണിയാവുമ്പോൾ ഭർത്താവിൻ്റെ വീട്ടുകാര് വയറ് കാണാൻ വരണം. അതെന്താന്ന് എനിക്ക് മനസ്സിലായില്ല. സംഭവം വയറ് കാണാൻ വരാന്ന് വെച്ചാൽ ഈ കുട്ടി ഉണ്ടല്ലോ, വയറ് കാണാൻ വരണമെന്നും കരുതിയിട്ട് ഇവള് വയറുമ്പോൾ സോപ്പിട്ടൊക്കെ കഴുകി വയറ് കാണാൻ റെഡിയാക്കി കൊണ്ട് നിർത്തിയിരിക്കുക. വരുന്ന ആൾക്കാർ വന്നിട്ട് ഒരൊറ്റാളി ഇവളുടെ വയറുമ്മയ്ക്ക് നോക്കണില്ല. അതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, വയറ് കാണാന്ന് പറഞ്ഞിട്ട് അവര് വരുമ്പോ അവര് വയറുമ്മയ്ക്ക് ഒരാൾ നോക്കില്ല. വാഷിംഗ് മെഷീൻ അവിടെ വെച്ചോട്ടാ, ഫ്രിഡ്ജ് അവിടെ വെച്ചോ. അത് ഇവര് ഓരോ പരിപാടിയും പറഞ്ഞ് വീട്ടിൽ നിന്ന് ഓരോ സാധനങ്ങൾ കടത്തുന്ന പരിപാടിയാണ്. അത് ഈ ആൾക്കാർക്ക് അറിയില്ല. നിങ്ങളത് ഇത് അറിയാണ്ടിരിക്കണതാണ് നല്ലത്. ചിലപ്പോൾ നിങ്ങൾ പോയിട്ട് ഇതേപോലെ വല്ല സെറ്റ് ചെയ്താൽ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് ഞാൻ വിസ്തരിച്ച് ഞാൻ പറയണില്ല. ചിലപ്പോൾ അങ്ങനെ ഒരു പരിപാടി ഉണ്ടല്ലോ, അത് ഞാൻ അറിഞ്ഞിട്ടില്ലല്ലോ എന്നൊക്കെ പറഞ്ഞാലോ. അപ്പോ വയറ് കാണാൻ വരുന്ന ഭാര്യയുടെ വയറ് കാണാൻ ഭർത്താവിൻ്റെ വീട്ടുകാർ വരുന്നു. ഞാൻ ഇതിനോട് പറഞ്ഞെന്നറിയാം, നിങ്ങൾ മാതാപിതാക്കളെ, നിങ്ങളുടെ മക്കളുണ്ടല്ലോ, നിങ്ങളുടെ മക്കളെ ഒരു 6 മാസം കൂടുമ്പോൾ വയറ് കാണൽ ശുശ്രൂഷ വീട്ടിൽ നടത്തുക. ആര്? അമ്മ. അതിനെ വിളിക്കുക, എടാ തോമസേ ഇങ്ങോട്ടാടാ വിളിക്കുക, കിടക്കടാ വാതിലടയ്ക്കുക. എന്നിട്ട് വയറങ്ങോട്ട് വീട് നോക്കടാ. എന്ത് വയറുമ്പോൾ നോക്കടാ, വയറ് നോക്കടാ. എന്തമ്മ ഇത്? 9 മാസം ഇതിൻ്റെ ഉള്ളിലായിരുന്നു. 9 മാസം. പൊക്കോ അടുത്ത ആള് വാ. ഇങ്ങനെ നോക്കടാ, മുറിച്ച പാട് നോക്കടാ, കാണിച്ചു കൊടുക്കണം. മോളെ റോസിലിയെ ഇങ്ങോട്ട് വന്ന് നീ നോക്കണേ, അമ്മയുടെ വയറ് നോക്കണേ, വയറ് കാണണ്ടി. എന്തുട്ടമ്മ ഈ പാട് കണ്ട? നിന്നെ മുറിച്ചെടുത്തതാ, എൻ്റെ വയറ് കീറിയിട്ട്. ഓർത്തോളോ മാതാപിതാക്കളെ. നിങ്ങളുടെ കൈകളിൽ ഒരു കുഞ്ഞിനെ തരുമ്പോ ആ കുഞ്ഞിൻ്റെ സൗന്ദര്യമല്ല നോക്കേണ്ടത്, ആ കുഞ്ഞിൻ്റെ പഠിപ്പല്ല, ആ കുഞ്ഞിൻ്റെ ആകാരമല്ല, അതിൻ്റെ ഉള്ളിൽ നിങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കണം. ആ കുഞ്ഞിൻ്റെ ഉള്ളിൽ നിങ്ങളാണ് ജീവിക്കണത്. അത് മറക്കണു പല മാതാപിതാക്കൾ. ഞാൻ ആരും കുറ്റപ്പെടുത്തലല്ല, ചില അനുഭവങ്ങൾ നിങ്ങളോട് പങ്കുവയ്ക്കുകയാണ്. എൻ്റെ അടുത്ത് ഒരു ഫംഗ്ഷൻ നടക്കുമ്പോൾ ഒരമ്മ ഒരു കുഞ്ഞിനും കൊണ്ടുവന്നു. വലിയ തല, ഇത്രശ പോകുന്ന കൈയും കാലും. 16 വയസ്സുള്ള ഒരു കുട്ടിയെ കയ്യിൽ പിടിച്ചിട്ട് ഒരു ധ്യാനം നടക്കുന്ന സ്ഥലത്ത് വന്നിരിക്കുക. അപ്പം ഞാൻ ചോദിച്ചു, എന്തേ പ്രാർത്ഥിക്കാനാണച്ചോ? ഞാൻ ചോദിച്ചു, കുട്ടിക്ക് വേണ്ടിയിട്ടാണോ? അല്ല. കുട്ടിക്ക് വേണ്ടിയിട്ടല്ലേ? അല്ല. പിന്നെ ആർക്ക് വേണ്ടിയിട്ടാ? എനിക്ക് വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് എന്താ വല്ല അസുഖം? ഞാൻ വിചാരിച്ചു അമ്മയ്ക്ക് വല്ല ക്യാൻസറോ കിഡ്നിക്ക് അസുഖം. നിങ്ങൾക്ക് എന്താ അസുഖം? എനിക്കൊരു അസുഖം ഇല്ലച്ചോ. പിന്നെ തൊട്ട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും ഈ കുട്ടീനെ എവിടെയെങ്കിലും കളഞ്ഞു പോവാൻ തോന്നാണ്ടിരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാനാണച്ചോ. കുറെ കഴിയുമ്പോഴേ ചിലപ്പോ ഈ കുട്ടീനെ കാണുമ്പോ ഇതിനെ അങ്ങോട്ട് കളഞ്ഞാലോ തോന്നണം. മാതാപിതാക്കളെ, നിങ്ങൾ രണ്ടുപേരും നിങ്ങളുടെ മക്കളുടെ വലത്തും ഇടത്ത് നിൽക്കണം. നിങ്ങളുടെ ജീവിതം നിങ്ങൾ ചെയ്യണില്ല എന്ന് ഞാൻ പറയല്ല. നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ് ഈ സൗദിയിൽ വന്നിട്ട് കഷ്ടപ്പെടണേ? നിങ്ങളുടെ മക്കളെ വളർത്താൻ. അവർക്ക് പഠിപ്പും അറിവും കഴിവും പോരാ, അവരുടെ ഉള്ളിൽ നിങ്ങൾ കൊടുക്കണം. പറഞ്ഞില്ലേ ഇവിടെ, തല മറക്കരുത്, പഴയതൊന്നും നമ്മൾ മറക്കരുത്. പറഞ്ഞില്ലേ ഇവിടെ, പലരും സംസാരിച്ചില്ലേ നമ്മൾ എങ്ങനെയുണ്ടായി, ഇവിടെ വന്നപ്പോൾ നിങ്ങൾ എങ്ങനെയായിരുന്നു, ഇപ്പോൾ നിങ്ങൾ എങ്ങനെയുണ്ടായി, ഇപ്പോൾ ആയിരിക്കുന്ന അവസ്ഥ ആരുടെയൊക്കെ കോൺട്രിബ്യൂഷൻ ആണെന്ന് നിങ്ങൾ മറക്കില്ലല്ലോ. ഇതുപോലെ നിങ്ങളുടെ മക്കൾ ഓർത്തിരിക്കണം. നിങ്ങളുടെ മക്കൾ, ആ മക്കളുടെ ഹൃദയത്തിലാണ് നിങ്ങൾ ജീവിക്കേണ്ടത്. വല്ലവരും നിങ്ങളെ സ്നേഹിച്ചിട്ട് എന്താ കാര്യം? മാത്രിക്ക് വലിയ സ്നേഹമാണ്, ഔസേപ്പിന് വലിയ സ്നേഹമാണ്, എൻ്റെ പിള്ളേർക്ക് മാത്രം സ്നേഹമില്ല. എന്താ കാര്യം? ഇനി നിന്റെ പിള്ളേര്, നിങ്ങളുടെ മക്കള് നിങ്ങളെ സ്നേഹിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹം ഈ ലോകത്തിൽ ആരും നിങ്ങളെ സ്നേഹിച്ചാലും കിട്ടില്ല. മമ്മൂട്ടിയല്ല, മോഹൻലാലല്ല, മുഖ്യമന്ത്രിയല്ല, പ്രധാനമന്ത്രി സ്നേഹിച്ചാലും ഹലോ എനിക്ക് വളരെ ഇഷ്ടമാണ്. ആരെ? നിന്നെ. എന്താ കാര്യം? സ്വന്തം മക്കൾ നിങ്ങളെ സ്നേഹിക്കുന്നില്ലെങ്കിൽ, ഞാൻ ആരെയും വിഷമിപ്പിക്കാൻ വേണ്ടി പറയില്ല, ഇവിടെ വിഷമിക്കുന്നവരൊക്കെ ഉണ്ടാവും, എനിക്കറിയാം. നിങ്ങൾ നട്ട് നനച്ച് വളർത്തി വരുന്ന ഒരു റോസാ ചെടിമേ ഒരു പുഴു കയറിയിട്ട് അതിൻ്റെ മുട്ട് കടിച്ച് പറിച്ച് തിന്നുന്നത് കണ്ടാൽ കരയില്ലേ നിങ്ങൾ?
അതുകൊണ്ട് മാതാപിതാക്കളെ, പ്രചോദനം എന്ന് പറയുന്നത് നിങ്ങൾ രണ്ടുപേരുമാണ്. ചിറകുകളാകണം, നിങ്ങളുടെ മക്കളുടെ ചിറകുകളാകണം നിങ്ങൾ. നിങ്ങൾ എന്തിനു വേണ്ടി, ചിലർ പറഞ്ഞിട്ടുണ്ട് മക്കൾക്ക് വേണ്ടിയിട്ട് അച്ഛാ ജീവിക്കണേ. അതെ, നിങ്ങൾ വല്ല ആപത്തും വരുമ്പോ പൊട്ടിക്കരഞ്ഞിട്ട് കാര്യമില്ല. മക്കൾക്ക് ജീവിതം എന്താണെന്ന് പഠിപ്പിച്ചു കൊടുക്കണം. സമ്പാദിക്കാൻ പഠിപ്പിച്ചിട്ട് കാര്യമില്ല. പലപ്പോഴും സമ്പാദിക്കാൻ പഠിപ്പിക്കും, കച്ചവടം നടത്താൻ പഠിപ്പിക്കും, അവസാനം അവർ ആ കച്ചവടം സമ്പത്തായിട്ട് നിങ്ങൾ ഉപേക്ഷിച്ചിട്ട് പോകും. അപ്പം നിങ്ങൾ ഇരുന്ന് കരയുമ്പോ നാട്ടുകാർ പറയും ഭയങ്കര കഷ്ടമായി, എന്ത് ചെയ്യല്ലേ. അങ്ങനെ കേട്ടിട്ട് നമുക്ക് എന്താ കാര്യം? അതുകൊണ്ട് മാതാപിതാക്കളെ, മക്കളെ ലാളിച്ച് താലോലിച്ച് സ്നേഹിച്ച് ഇതൊക്കെ വേണം. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കണം, അവരുടെ റോൾ മോഡൽ നിങ്ങളാകണം. വലിയ ഉത്തരവാദിത്തമാണ്, വലിയ ഉത്തരവാദിത്തം. ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന ചെറുപ്പക്കാരൻ മക്കളെ, ചില്ലറക്കാരില്ല കേട്ടോ. നിങ്ങളിപ്പോ സിനിമയിൽ കാണുന്ന കാര്യങ്ങളൊക്കെ കണ്ടിട്ടായിരിക്കും കല്യാണം കഴിക്കാനായിട്ട് വരണത്. അത് പറയുമ്പോൾ ഇവിടെ ഇരിക്കുന്ന പല ആൾക്കാരും തലാട്ടുണ്ട്. എനിക്കത് മനസ്സിലായി, ശരിയാണച്ചോ ശരിയാണച്ചോ എന്ന് സംഭവം എനിക്ക് മനസ്സിലായി. കല്യാണം കഴിഞ്ഞ് കുറെ കഴിയുമ്പോഴല്ല കാര്യങ്ങളൊക്കെ മനസ്സിലാവണം. ചെയ്യും ദുരുമുഖപ്പല്ലോ എന്നൊക്കെ തോന്നണത് ഇല്ല. നിങ്ങൾ ഇവിടെ പറഞ്ഞില്ലേ ഈ സഹോദരി ചെയ്ത ത്യാഗം, അതുപോലൊരു ത്യാഗമാണ് നിങ്ങൾ ചെയ്യുന്നത്. നിങ്ങൾ നിങ്ങളുടെ ശരീരവും മനസ്സും കുറെ കഴിയുമ്പോൾ ഇത് ചുക്കിച്ചുളിയും. നിങ്ങൾ ഒരു 90 വയസ്സാകുമ്പോഴത്തെ സ്ഥിതി നിങ്ങൾ ആലോചിക്കേണ്ടാട്ടാ, കാരണം അപ്പോഴേക്കൊക്കെ നമ്മൾ പോയിട്ടുണ്ടാവും. അപ്പം അതുകൊണ്ട് ആ കാലഘട്ടം വരുമ്പോൾ നിങ്ങളെ സ്നേഹിക്കാൻ ആരുണ്ടാകും? മാതാപിതാക്കൾ നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ഇന്ന് നിങ്ങളുടെ മക്കൾ നിങ്ങളെ സ്നേഹിക്കും. കാശിൻ്റെ അപ്പൻ്റെ കയ്യില് കാണാൻ ഇത്തിരി ഭംഗിയുണ്ട് എൻ്റെ അമ്മേനെ കാണാൻ, അത് കണ്ടിട്ടൊക്കെ നിങ്ങളെ സ്നേഹിക്കും. കിഡ്നി പോട്ടെ, ഈ സഹോദരി പറഞ്ഞു കണ്ടോ, കിഡ്നി പോട്ടെ. ഈ സഹോദരി, ഒരേ വയറ്റിൽ പിറന്നൊരു സഹോദരി, സ്വന്തം സഹോദരിക്ക് വേദന വന്നപ്പോ, എനിക്കറിയാം മാതാപിതാക്കളെ, നമ്മുടെ കേരളത്തിലെ ഭർത്താവിന് ഉപേക്ഷിച്ചു പോയ ഭാര്യ, കാരണം ഭർത്താവിന് കിഡ്നി ഒന്നും ഇല്ലെന്ന്. ഇതെന്തുട്ടിനത് ഈ സാധനത്തിന്? കിഡ്നിയും ഇല്ല, ആകെ വയ്യ കോഞ്ഞാട്ട പോലെ ഇരിക്കുന്ന ഭർത്താവിന് എനിക്ക് എന്നാ കിട്ടിയ കാര്യം? നല്ലതുണ്ടും തൊട്ടിട്ടുള്ള നല്ല ഭർത്താവിന് വേണം നമുക്ക്. അല്ലേ, കോഞ്ഞാട്ട പോലെ ആവുമ്പോ ഭർത്താവിന് വേണ്ട. നിങ്ങൾ ജോലി പോയിട്ട് നാട്ടിൽ ചെന്ന് നോക്കിയാൽ എന്റെ ജോലി പോയി, ഇവിടെ ശമ്പളം കൂടെ എന്തൊട്ട് പോയി അവിടെ നിന്ന് പറഞ്ഞയക്കും നിങ്ങളെ തിരിച്ച് സൗദി അറേബ്യയിലേക്ക് പോയി പണിയെടുത്തിട്ട് കാശുണ്ടാക്കാൻ നോക്കാൻ. എന്താ ചെയ്യുക? ജോലി പോകുമ്പോൾ നിങ്ങളെ വേണ്ട. നിങ്ങളുടെ വീട് ജപ്തിയായി നോക്കിയാൻ. ഇവിടെ കണ്ടില്ലേ, പല സുഹൃത്തുക്കളെ കഥ പറഞ്ഞില്ലേ, ജയിലിൽ കിടക്കുന്നവരെയും അസരരെയും തേടി നടക്കുന്ന മനുഷ്യരെ എന്തിനാ പ്രിയമുള്ളവരെ നമ്മൾ ആദരിച്ചത്? അവർക്ക് ആദരവ് കൊടുക്കാനല്ല, ഇവിടെ ഇരിക്കുന്ന കുട്ടികൾ അത് കാണാൻ വേണ്ടിയിട്ടാണ്. അല്ലാണ്ട് അവർക്ക് ആദരവൊന്നും വേണ്ടിയിട്ട് അവർ ചെയ്യണതല്ലതൊന്നും. കൊടുക്ക പിള്ളേർക്ക് കാണിച്ചു കൊടുക്കണം, നല്ലത് കാണിച്ചു കൊടുക്കണം. പ്രിയമുള്ളവരെ, നമ്മൾ ആരോടും പറയാണ്ട് നടന്നിട്ട് കാര്യമൊന്നുമില്ല. എന്തിനാ ഈ സഹോദരിയെ നിങ്ങൾ ഇവിടെ കൊണ്ടുവന്നത്? ആ സഹോദരിക്ക് ഇപ്പോൾ നമ്മൾ കൊടുത്ത ആദരം കൊണ്ട് എന്തോ കിട്ടിയിട്ടുണ്ടാവും തീർച്ചയായിട്ടും. അതിനേക്കാൾ കൂടുതൽ ഇവിടെ ഇരിക്കുന്ന നിങ്ങളുടെ ഉള്ളിലേക്ക് ഒരു സ്പിരിറ്റ് ഇങ്ങോട്ട് കയറി വന്നിട്ടുണ്ട്. പൂരത്തിനൊരു സാധനം കൂടെ കണ്ടിട്ടാ, ആ സാധനം നിങ്ങളുടെ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട് ഇപ്പോൾ. പക്ഷെ അത് കരുതിയിട്ട് നിങ്ങളാരും കിഡ്നി ഒന്നും കൊടുക്കില്ല എന്ന് എനിക്കറിയാം. പ്രിയമുള്ളവരെ, കിഡ്നി ഒന്നും നിങ്ങൾ കൊടുക്കണ്ട. നിങ്ങളുടെ ജീവിതത്തിൽ സ്നേഹം കൊടുത്താൽ മതി. നിങ്ങൾ വല്ലവർക്കൊന്നും കൊണ്ടുപോയി കൊടുക്കണ്ട. നിങ്ങളുടെ വീട്ടിലുള്ള ആൾക്കാർക്ക് കൊടുത്താൽ മതി. കൊടുത്താൽ മതി. വീട്ടിലുള്ള ആൾക്കാരോട് അനുകമ്പാപൂർവം പെരുമാറുക. പ്രചോദനം എന്ന് പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ മക്കളെ കരയുമ്പോ ആ കുട്ടീനെ എടുത്തിട്ട് തോളിലിട്ട് 2 തട്ട് തട്ടില്ലേ, ആ തട്ടല് നിങ്ങൾ അറിയില്ല എവിടേക്കാ ചെന്ന് കൊള്ളണേന്ന്. നിങ്ങൾ കണ്ടിട്ടോ, പണ്ട് കാലത്തൊക്കെ നമ്മുടെ പറമ്പില് കോഴീനെ ഇർലാം എന്ന് പിടിക്കും. ഇർലാൻ എന്ന് പറഞ്ഞാൽ മനസ്സിലായ പരുന്ത്. ആ പിടിക്കുമ്പോൾ നമ്മളെ കല്ലെടുത്താടാ പിടിയിടാ, അത് അവസാനം കോഴിക്കുട്ടീനെ കിട്ടും. പക്ഷെ കോഴിക്കുട്ടി ആകെ പേടിച്ച് വിറച്ചിട്ടിരിക്കുക. അപ്പം നമ്മളെന്താ ചെയ്യുക? ആ കോഴിക്കുട്ടീനെ വെച്ചിട്ട് അതിൻ്റെ പുറത്ത് എന്ത് വയ്ക്കും? പുറത്തെന്ന് വെച്ചാൽ മുറല്ലേ, മുറം. ആ മുറ ഇങ്ങനെ വെച്ചിട്ട് തട്ടും. അപ്പം ഈ കോഴിക്കുട്ടി അതിൻ്റെ ഉള്ളിൽ നട്ടം മുറ എടുക്കുമ്പോഴില്ല, കോഴിക്കുട്ടി ശക്തനായി ആ ശബ്ദം കൊടുത്ത് എന്തിനാ? ഇതിനേക്കാൾ വലിയ പേടിക്കാനൊന്നുമില്ലടാ കോഴിയെ, എന്തുട്ട് കോഴിയുണ്ടെന്ന്. 2 തട്ട് കേട്ടുമ്പോൾ പിന്നെ ആ കോഴിക്കുട്ടീനെ ഒരു ഇർലാനും പിടിക്കാൻ പറ്റില്ല. ആ പ്രചോദനം പോലെയാകണം മാതാപിതാക്കളെ നിങ്ങൾ. ഞാൻ വലിയ വലിയ വാക്കുകൾ പറയണമെന്നും എനിക്കറിയില്ല. കുറച്ച് ജീവിതം നിങ്ങളുള്ളൂ. നിങ്ങൾ ആലോചിച്ചിട്ടുണ്ട്, ഈ കോവിഡ് വന്നപ്പോൾ അപ്പനമ്മി മരിച്ചുപോയ എത്ര കുട്ടികളുണ്ടെന്നറിയോ? അവർക്ക് അമ്മ എന്ന് വയറ്റിൽ വന്ന് വരുമ്പോൾ വിളിക്കാൻ അമ്മയില്ലാട്ട.
നിങ്ങളുടെ മക്കളൊക്കെ കരയുമ്പോ ചിലപ്പോ ഞാൻ കണ്ടിട്ടുണ്ട് വീട്ടിലെ പിള്ളേരൊക്കെ മിണ്ടടി നിലയിടുന്ന് ഒക്കെ പറയുമ്പോ സൂക്ഷിച്ചോളൂട്ടാ. ഒരു കാലത്ത് നിങ്ങൾ കൊതിക്കും എന്ത് അമ്മ 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 ആയി പാട്ടായി പോയില്ലോ അത്. അപ്പോ അത് നിങ്ങൾ കൊതിക്കും ഒരു കാലത്ത് ഒന്ന് കേൾക്കാൻ. എൻ്റെ മോനെന്നൊന്ന് അമ്മ എന്ന് വിളിച്ചാൽ മതി അച്ചോ എന്ന് പറഞ്ഞിട്ട് കരഞ്ഞിട്ടുള്ള ഒരു സഹോദരി എനിക്കറിയാം. എൻ്റെ അമ്മ എന്നെ അവൻ അമ്മ എന്ന് വിളിക്കണില്ല അച്ഛാ. കല്യാണം കഴിഞ്ഞ് അവന് ഭാര്യ കിട്ടിയപ്പോ എന്നെ അവന് വേണ്ട. ഐ നിങ്ങളുടെ കാര്യമാണെന്ന് ആലോചിക്കല്ലേട്ടാ. ഞാൻ വല്ലവരുടെ കാര്യമില്ലേ പറയണമെന്ന് മാത്രം ആലോചിച്ചിട്ട് ഇവിടെ ഇരുന്നോളൂ. ദയവ് ചെയ്ത് ഞാൻ എന്തെങ്കിലും പറയുമ്പോൾ സ്വന്തം കാര്യം ഓർക്കാണ്ടിരിക്കാനായിട്ടുള്ളൊരു കഴിവ് നിങ്ങൾക്കുണ്ടാകണമെന്ന് ഞാൻ ഇതിനാൽ നിങ്ങളെ അറിയിക്കുകയാണ്. ചിലപ്പോൾ നിങ്ങളുടെ കാര്യം ആലോചിച്ച് പോയാൽ നിങ്ങൾക്ക് വിഷമമായാലോ. നിങ്ങൾ വിഷമിപ്പിക്കാൻ വേണ്ടി ഞാനൊന്നും പറയണില്ല. പ്രിയമുള്ളവരെ, ഓർക്കണം, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളൊരു മനുഷ്യനെ സന്തോഷമേ കൊടുക്കൂ എന്ന് പ്രചോദന കഴിഞ്ഞിട്ട് പോകുമ്പോൾ തീരുമാനം എടുക്കുക. അപരൻ നിങ്ങളെ ചതിക്കും, വഞ്ചിക്കും. ഞാൻ ഓർക്കുന്നുണ്ട് ഒരു കുടുംബത്തിൻ്റെ കഥ. സ്വന്തം ഭർത്താവ് തൻ്റെ ഭാര്യയെ വിട്ട് വേറൊരു സ്ത്രീയുടെ കൂടെ പോയി. ധാരാളം ദുഃഖവും വേദനയും സ്ത്രീ അനുഭവിച്ചു. എന്നെ വേണ്ട. വർഷങ്ങൾ കഴിഞ്ഞു. താൻ കല്യാണം കഴിച്ച ആ സഹോദരിക്ക് കിഡ്നി ഡാമേജായി. രണ്ടാമത് കെട്ടില്ലോ, കല്യാണം കഴിച്ചില്ലോ, ഇവിടെ വേണ്ട. കിഡ്നി ഡാമേജായി. അവസാനം ആ സഹോദരി മരിച്ചു. ഇയാൾക്ക് പ്രായമായി. ഈ മനുഷ്യൻ തിരിച്ച് ജീവിതത്തിലേക്ക് വരിക. ഈ സഹോദരി ഉണ്ടല്ലോ പറഞ്ഞു, വിഷമിക്കണ്ട, ഞാനുണ്ടാവും നിങ്ങളുടെ കൂടെ. ഞാൻ നിങ്ങളുടെ കൂടെ ജീവിച്ച ആളാ. എനിക്കൊന്നും എൻ്റെ മനസ്സിൽ ഞാൻ സൂക്ഷിക്കുന്നില്ല. വരൂ, നിങ്ങൾ എൻ്റെ കൂടെ ജീവിക്കാം. ഇതിനൊക്കെ ബൂസ്റ്റ് കഴിച്ചാൽ പോരെ, വേറൊരു സാധനം നമ്മുടെ കയ്യിലുണ്ടാവണം. അതുണ്ടാവണം. പ്രിയമുള്ളവരെ, തെറ്റ് ചെയ്യുന്നവരെ, കുറ്റം ചെയ്യുന്നവരെ തള്ളിക്കളയാൻ ഏത് പോലീസുകാരനും പറ്റുടോ? ദ്രോഹിച്ചവനെയൊക്കെ തിരിച്ചു തല്ലാൻ ഏത് പട്ടിക്കും പറ്റും? പട്ടിയുടെ ഒക്കെ ഒരു സ്വഭാവം നമുക്ക് ഉണ്ടായാലത്തെ സ്ഥിതി എന്തെന്ന് ആലോചിച്ച് നോക്കിയാൻ. പട്ടിനെ നിങ്ങൾ അടിച്ചു നോക്കിയാൻ അപ്പ കുരയ്ക്കും, പറ്റിയാ കടിക്കും. അങ്ങനെയാണ്. പക്ഷേ പട്ടിക്കൊരു സ്വഭാവം ഇല്ല. നമുക്കുള്ളൊരു സ്വഭാവം പട്ടിക്കില്ല. എന്താ പട്ടിയെന്നറിയോ? ഏതോ സ്വഭാവം എന്നറിയോ? ഒരു ദിവസം കാലത്ത് എഴുന്നേറ്റ് ഞാൻ പള്ളിയിൽ കുർബാന കഴിഞ്ഞ് വരുമ്പോൾ ഒരു പട്ടി ആരെയോ കാത്തുക്കുന്നു. ഞാൻ ചോദിച്ചു, എന്താ പട്ടി ഇവിടെ നിൽക്കണേ? ഞാൻ ഇന്നലെ അന്തോണിയേട്ടനെ ഒന്ന് കടിച്ചു, ഞാൻ സോറി പറയാൻ വന്നിരിക്കുകയാണ്. ആര്? പട്ടിയോ? ഒരു പട്ടിയും പറയില്ല എന്ത് സോറി. അത് മനുഷ്യനെ പറയാൻ പറ്റുള്ളൂ. കുട്ടികളെ പഠിപ്പിക്കണം. മാതാപിതാക്കളെ കുട്ടികളോട് പറയണം. കുട്ടികളോട് ഇരിക്കുന്നത്. കുറെ കുട്ടികളൊക്കെ പോയി തോന്നുന്നുണ്ട്. കുട്ടികളെ, നിങ്ങൾ എന്ത് തെറ്റ്, നിങ്ങൾ തെറ്റ് ചെയ്യും. അപ്പൻ്റെ അടുത്ത്, അപ്പ സോറി കേട്ടോ. നിങ്ങളോട് കൂടുതൽ സ്നേഹം ഉണ്ടാവുള്ളോ. നിങ്ങളെ വലിച്ചെറിയില്ല. പറയണം, മമ്മയോട് പറയണം, തെറ്റ് പറ്റിയാൽ പറ്റിയെന്ന് പറയണം. ഇത് അപ്പനും പറ്റൂട്ടെ തെറ്റ്, അമ്മയ്ക്കും പറ്റും. ഒരു വീട്ടിലൊരു അമ്മയ്ക്ക് തെറ്റ് പറ്റി, അതുകൂടി പറയാം, എന്നിട്ട് അവസാനിപ്പിക്കും. വേറെ സ്ഥലത്തേക്ക് പോകേണ്ടതുണ്ട്. ഒരമ്മ എൻ്റെ പ്രസംഗം കേട്ട് കഴിഞ്ഞിട്ട് പോയപ്പോഴാണ് അമ്മയ്ക്കൊരു തെറ്റ് പറ്റിയത്. അപ്പം അമ്മ അച്ഛൻ പറഞ്ഞു ഓർത്തു, തെറ്റ് പറ്റിയാൽ തുറന്നു പറയണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഭർത്താവിന് മക്കൾ വിളിച്ചിട്ട് പറഞ്ഞു, മക്കളെ, ചെറുമലച്ചൻ പറഞ്ഞ മക്കൾ എൻ്റെ ഓർമ്മയിൽ വരികയാണ്. അമ്മയ്ക്കൊരു തെറ്റ് പറ്റിയിടാ. ഭർത്താവ്, എന്ത് പറ്റി? ആ മക്കൾ വെച്ച് എന്ത് പറ്റിയെന്ന് ഒന്നും പറയണ്ട. അബദ്ധത്തിൽ കേക്ക് ഞാൻ പറയണത്, നമ്മൾ നിങ്ങൾക്ക് വേണ്ടി കഞ്ഞി വെക്കുകയായിരുന്നു, തെറ്റിയിട്ട് ഉപ്പിന് പകരം പഞ്ചസാര ഇട്ടു മക്കളെ. അങ്ങനെ തോന്നുന്നു പറയാൻ. ഇത് കേട്ടപ്പോൾ എല്ലാവർക്കും വളരെ ഇഷ്ടമായി. ഇങ്ങനത്തെ ഒരു തെറ്റ് ആർക്കും പറ്റില്ല, വെറുതെ ഉണ്ടാക്കി പറഞ്ഞാൽ ഞാൻ പിന്നെ അങ്ങനെ ഒരു തെറ്റ് പറ്റി എന്ന് നിങ്ങളുടെ ഭർത്താവിനോട് പറയുമ്പോൾ ഭർത്താവ് പറയണം, പോട്രി മറിയാമേ, നീ ഇത്തിരി പഞ്ചസാര കൂടുതലിട്ട് അത് പാച്ചോറാക്കിയിട്ട് നമുക്ക് കഴിക്കാടി, ഇത്രയ്ക്കുള്ളോ, നീ എന്തിനാ വിഷമിക്കണേ? ഈ തെറ്റ് പറ്റൂല. ഭർത്താവ് ഇങ്ങനെ പറയൂല. ഒരു ഉദാഹരണത്തിന് പറഞ്ഞതാണ്. പ്രിയ സഹോദരങ്ങളെ, ഈ സൗദിയിൽ നിങ്ങൾ ജീവിക്കുമ്പോൾ നിങ്ങൾക്ക് കുറെ ഫ്രണ്ട്സ് ഉണ്ടാകാം. ഫ്രണ്ട്സ് ഉണ്ടാകാം. പക്ഷെ നിങ്ങളുടെ ഭാര്യയെ പോലെ ഒരു ഫ്രണ്ട് ഈ ലോകത്തിലുണ്ടാവില്ല കേട്ടെ. ഓർക്കണ്ട, നിങ്ങൾക്ക് ഫ്രണ്ട്സ് ഉണ്ടാകാം. നിങ്ങളുടെ ഭർത്താവിനെ പോലെ ഒരാൾ നിങ്ങളുടെ വീട്ടിലുണ്ടാവില്ല. കാരണം നിങ്ങൾ ഒരുമിച്ച് ജീവിതത്തിന്റെ സങ്കടങ്ങൾ പങ്കിടുന്നവരാ. സന്തോഷം പങ്കിടാൻ കുറെ ആൾക്കാരുണ്ടാവിടോ. സങ്കടം പങ്കിടാൻ നിങ്ങളുടെ കൂടെ ജീവിക്കുന്ന ആളെ ഉണ്ടാവുള്ളൂ. ബാക്കിയുള്ളവരൊക്കെ